റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ നടന്ന ഒരു ബോംബ് സ്ഫോടനം വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. സാധാരണ ദിവസങ്ങളിലേതുപോലെ ആളുകൾ ഭക്ഷണം കഴിക്കാനും സമയം ചെലവഴിക്കാനും എത്തിയിരുന്ന ഒരു റെസ്റ്റോറന്റിലാണ് ഈ ദാരുണ സംഭവം നടന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ സ്ഫോടനത്തിൽ 3 പേർ മരിക്കുകയും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിന് പിന്നാലെ പ്രദേശം മുഴുവൻ സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലായി. സ്ഫോടനത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ റഷ്യൻ അന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത്. മോസ്കോ സ്ക്വയറിലുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് അജ്ഞാതയായ ഒരു സ്ത്രീ പ്രവേശിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ റെസ്റ്റോറന്റിന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ജീവനക്കാരൻ ഇവരെ തടഞ്ഞു. പതിവ് സുരക്ഷാ പരിശോധനയുടെ ഭാഗമായാണ് ഇയാൾ സ്ത്രീയെ അകത്തേക്ക് കടക്കാൻ അനുവദിക്കാതിരുന്നത്. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി സ്ത്രീയുടെ കൈവശമുണ്ടായിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചത്. സ്ഫോടനത്തിന്റെ ആഘാതം വളരെ ശക്തമായിരുന്നു. റെസ്റ്റോറന്റിനുള്ളിലും പുറത്തുമുണ്ടായിരുന്ന ആളുകൾ ഭയന്നോടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. വലിയ ശബ്ദത്തോടുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് പ്രദേശത്ത് കുറച്ചു സമയം പരിഭ്രാന്തി നിറഞ്ഞ അവസ്ഥയായിരുന്നു. ഈ സ്ഫോടനത്തിൽ ബോംബ് കൈവശം വെച്ചിരുന്ന സ്ത്രീ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സുരക്ഷാ പരിശോധനയ്ക്കിടെ ഇവരെ തടഞ്ഞ സുരക്ഷാ ജീവനക്കാരനും മരണപ്പെട്ടു. കൂടാതെ മറ്റൊരാൾക്കും ജീവൻ നഷ്ടമായി. ഇതോടെ മരണസംഖ്യ 3 ആയി. സംഭവത്തിൽ ഏകദേശം 21 പേർക്ക് പരിക്കേറ്റതായാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. സ്ഫോടനത്തിന് പിന്നാലെ അടിയന്തര രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. ഡോക്ടർമാർക്ക് പുറമെ അഗ്നിരക്ഷാസേനയും പോലീസ് സംഘവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. പ്രദേശം ഉടൻ തന്നെ സുരക്ഷാ വലയത്തിലാക്കി. സ്ഫോടനത്തെ തുടർന്ന് റെസ്റ്റോറന്റിനും സമീപ പ്രദേശങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ ശക്തിയിൽ ഗ്ലാസ് ചില്ലുകൾ തകർന്നു വീഴുകയും കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾക്ക് നാശനഷ്ടമുണ്ടാകുകയും ചെയ്തു. ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. സ്ത്രീ ആരായിരുന്നു? അവർ എന്തിനാണ് ബോംബ് കൈവശം വെച്ചിരുന്നത്? ഈ ആക്രമണത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നിരവധി കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. സ്ഫോടനം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും ഉദ്യോഗസ്ഥർ ശേഖരിച്ചു വരികയാണ്. റഷ്യയുടെ ദേശീയ ഭീകരവിരുദ്ധ സമിതിയും മോസ്കോ ഇൻവെസ്റ്റിഗേറ്റീവ് കമ്മിറ്റിയും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഭീകരാക്രമണമോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടെ ഉണ്ടായ ആക്രമണമോ എന്നടക്കമുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ചു വരികയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി സാക്ഷികളുടെ മൊഴികളും സമീപ പ്രദേശങ്ങളിലെ ദൃശ്യങ്ങളും പരിശോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സംഭവത്തിന് പിന്നാലെ മോസ്കോയിലെ പ്രധാന സ്ഥലങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ആളുകൾ കൂടുതലായി എത്തുന്ന റെസ്റ്റോറന്റുകൾ, ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ കൂടുതൽ സുരക്ഷാ പരിശോധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്ന് അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സാധാരണ ജനങ്ങളിൽ വലിയ ഭയവും ആശങ്കയും സൃഷ്ടിക്കാറുണ്ട്. പൊതുസ്ഥലങ്ങളിലെ സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ഇത്തരം സംഭവങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സുരക്ഷാ ജീവനക്കാരുടെ ജാഗ്രത പലപ്പോഴും വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെങ്കിലും ചില സാഹചര്യങ്ങളിൽ അപകടം പൂർണ്ണമായി തടയാൻ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. മോസ്കോയിലെ ഈ സ്ഫോടനം റഷ്യ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. സംഭവത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും ഇതിന് പിന്നിലുള്ളവർ ആരാണെന്ന് തിരിച്ചറിയാനും അന്വേഷണ ഏജൻസികൾ ശ്രമം തുടരുകയാണ്. അന്വേഷണ ഫലങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത പുറത്തുവരൂ. മോസ്കോയിലെ റെസ്റ്റോറന്റിലുണ്ടായ ഈ ബോംബ് സ്ഫോടനം നിരവധി കുടുംബങ്ങൾക്ക് വലിയ ദുഃഖം സമ്മാനിച്ചിരിക്കുകയാണ്. 3 ജീവനുകളാണ് ഈ ദുരന്തത്തിൽ നഷ്ടമായത്. 20-ലധികം പേർ ചികിത്സയിലാണ്. സംഭവത്തിന്റെ എല്ലാ വശങ്ങളും വിശദമായി അന്വേഷിച്ചു വരികയാണെന്ന് റഷ്യൻ അധികൃതർ അറിയിച്ചു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷ കൂടുതൽ ശക്തമാക്കുമെന്നാണ് പ്രതീക്ഷ. അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അധികൃതർ ഔദ്യോഗികമായി വിവരങ്ങൾ പുറത്തുവിടും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.